സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്തു നൽകി രാഹുൽ മാങ്കുട്ടലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് വ്യക്തിഹത്യ നടത്തുന്നു. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും കത്തിൽ അതിജീവിത പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകിയത്. വൈകാരിക പരാമർശങ്ങളോടെയാണ് കത്ത്. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും അതിജീവിത കത്തിൽ പറയുന്നു. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. ട്രോമയിൽ നിന്നും പുറത്തുകടക്കാൻ ശ്രമിക്കുന്ന തന്നെ ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുന്നുവെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. ദീപ ജോസഫ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. അതിജീവിത നൽകിയ പരാതിയിൽ ദീപ ജോസഫിനെതിരെ എടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം കടുത്ത വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.